എൻ്റെ പ്രണയം അറേബ്യൻ പ്രണയമായിരുന്നു. അല്ല, അത് അവള് വീട്ടിൽ പറഞ്ഞു, വീട്ടുകാർ എന്നെ കൊല്ലുന്നു പറഞ്ഞു, തല്ലുന്നു പറഞ്ഞു. അവള് വേറെ വിവാഹം കഴിച്ചു, ഹാപ്പി ആയിട്ട് പോകും. മനുഷ്യർക്ക് തീരെ കൊടുക്കാൻ പറ്റാത്തതാണ് ട്രസ്റ്റ്. ഒരു ഹരായിരുന്നു സിനിമയ്ക്ക്. നെയ്യത്ത് എന്ന് പറയും. ആ ഉദ്ദേശശുദ്ധി, ഉദ്ദേശപൂർവ്വം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റി വയ്ക്കണം മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പല മനുഷ്യരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറും. ഞാൻ സിനിമ എന്നെ അങ്ങനെ തേടി വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ആ ഉദ്ദേശം നല്ലതായതുകൊണ്ടാണ് പൃഥ്വിരാജിനെ പോലൊരു നടൻ അമൽ നീരദിൻ്റെ സിനിമയിൽ എന്നെ സജസ്റ്റ് ചെയ്യുക ചെയ്തു. ഞാൻ വരുന്നു, ഡയലോഗ് പഠിക്കുന്നു, പറയുന്നു എന്നുള്ളൊരു മൂഡിലൊക്കെയാണ് കുറേ കാലം സിനിമയിൽ ഈ ജോലിയുള്ളത് കൊണ്ടൊക്കെ ചിന്തിച്ചത്. അതല്ല പരിപാടി എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇത്തരം ചില അനുഭവങ്ങളിലാണ്. പിള്ളേരൊക്കെ വലുതായപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നല്ല ഊക്കാണ്. അവരെന്നെ കളിയാക്കും. എൻ്റെ രണ്ടാമത്തെ മോളൊക്കെ ഇങ്ങനെ തലയിൽ കൈവച്ചിരുന്ന് ചിരിക്കുള്ളൂ, ഒന്നും പറയില്ല. ഇന്റർനാഷണൽ സ്റ്റഫൊക്കെ കണ്ടിട്ട് അവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, ഇത് അപ്പൊ ഉപ്പ ചെയ്യണമെന്നും പരിപാടി ശരിയല്ല എന്ന് പറയണ പിള്ളേരായി പോയി. ഇപ്പം പോലീസുകാരനൊക്കെ ആയിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര ഗൗരവമാണെന്ന് വിചാരിച്ചിട്ട് പ്രപ്പോസൽസ് ഒന്നും അധികം വരുന്നുണ്ടാവില്ല. പക്ഷെ കുറെ പേര് വായി നോക്കുന്നുണ്ടാവും. ഇല്ല, വായി നോക്കുന്നത് മനസ്സിലാവാത്തോണ്ടാ. ചെറുപ്പകാലത്തിലും ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിരുന്നോ? ഇല്ലല്ല, ഞാൻ ഇപ്പോഴും സീരിയസ് അല്ലെന്ന് നിങ്ങൾക്ക് കാണുമ്പോ തോന്നുന്നതാണ്. ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ലൈഫിനെ ഭയങ്കര ഈസി ആയിട്ട് കാണുന്ന ആളാണ്. ഒട്ടും അങ്ങനെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എനിക്ക് വളരെ ഫ്രീ ആണ്. ഞാൻ വളരെ അങ്ങനെ ടഫായിട്ടുള്ള ഒരു ക്യാരക്ടറേ അല്ല. റോങ് ഡൂയിങ് കാണുമ്പോൾ മാത്രമേ ടഫാവുള്ളൂ. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് പറയാ ചോദിക്കാം. അപ്പം നമുക്ക് ഒരുപാട് പ്രണയമൊക്കെ ഉണ്ടായിണ്ടാവല്ലോ നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ. ഒരുപാടെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ഏതായിരുന്നു ആദ്യത്തെ പ്രണയം? സ്കൂളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള പ്രണയങ്ങളുണ്ട്. ഇൻട്രസ്റ്റിംഗ്. ഞാനല്ല, നമ്മൾ സ്കൂളിൽ അതൊക്കെ വൺ വേ നമുക്ക് ഇങ്ങനെ തോന്നും. അതല്ല ഞാൻ ചോദിച്ചേ, രണ്ടുപേർക്കും തോന്നിയ കാര്യം. എനിക്ക് നല്ല ക്ലാസിക് ആയിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഒരു 2-4 വർഷം നീണ്ടു നിൽക്കുന്ന. അതിന് കലാകൗമുദിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് അത് എഴുതിയിട്ടുണ്ട്. എൻ്റെ പേരൊക്കെ അന്ന് എൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഭാഗ്യത്തിന് അന്ന് കലാകൗമുദി അധികം ആളുകൾ വായിക്കാത്തത് കൊണ്ട്. കാരണം ഇവൻ കുറച്ച് ഡ്രാമ കയറ്റി ഞാൻ ജയിലിലായി എന്നൊക്കെ ഇട്ട് ഒന്നുണ്ടായില്ല. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, നല്ല പ്രണയം ഉണ്ടായിരുന്നു എനിക്ക്. അവിടെ ഒരു അറബി പെൺകുട്ടിയൊക്കെ ആയിട്ട് പ്രേമിച്ച ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ചെറിയ പ്രായത്തിൽ ഗൾഫിലൊക്കെ എത്തിപ്പെട്ടതല്ലേ. ഞാനൊരു 10-21 വയസ്സിൽ അവിടെ. അപ്പോൾ എൻ്റെ പ്രണയം അറേബ്യൻ പ്രണയമായിരുന്നു. കുറച്ചാളുണ്ടായിരുന്നു. എങ്ങനെ സംസാരിച്ചു? അറബി അറിയാലോ അല്ലേ? അല്ല, ബാങ്കില് വർക്ക് ചെയ്യുന്ന കുട്ടിയായിരുന്നു. ഞാൻ ബാങ്കിലായിരുന്നു. അപ്പോൾ നോക്കി അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാം. അതായിരുന്നു എൻ്റെ പ്രണയം. അതായിരുന്നു പ്രണയോ? എന്നിട്ട് എന്തായി, പറഞ്ഞോ? കൺഫ്യസ് ചെയ്തോ? അല്ല, അത് അവള് വീട്ടിൽ പറഞ്ഞു, വീട്ടുകാർ എന്നെ കൊല്ലുന്നു പറഞ്ഞു, തല്ലുന്നു പറഞ്ഞു. പിന്നെ കുറെ അവള് നന്നായി ഫൈറ്റ് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും സമ്മതിച്ചില്ല. എനിക്കപ്പൊ സീരിയസ് ആയിട്ടും കല്യാണം എന്നൊക്കെ പറയുമ്പോ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവള് അതിനൊന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ പ്രേമിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഗൾഫിൽ ചെന്ന് രക്ഷപ്പെടാതെ നിൽക്കണ പാലം പിരിഞ്ഞു പോയി. അവള് വേറെ വിവാഹം കഴിച്ചു, ഹാപ്പി ആയിട്ട് പോകും. പിന്നെ എന്നെ ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദർ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ച്. അവളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നല്ല ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യണം. അവിടെ ആ പേര് എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഫാദർ വിളിച്ചിരുന്നു. അപ്പം എൻ്റെ ഫാദറിനെ അറിയാം, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഫാദറും ഞാനും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അറിയാം, പക്ഷെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ അറിയാമോ. എന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പം എപ്പോഴാണ് ഭാര്യനെ കണ്ടുമുട്ടിയത്? അറേഞ്ച് മാരേജ് ആയിരുന്നു? അറേഞ്ച് മാരേജ് ആയിരുന്നു. എങ്ങനെയായിരുന്നു? ഇപ്പൊ പണ്ടത്തെ കാലത്ത് അങ്ങനെ ചിലപ്പോ ആദ്യമായിട്ട് കാണുന്നത് കല്യാണ മണ്ഡപത്തിലാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വീട്ടിൽ പറഞ്ഞ് ഞാൻ അവരെ വീട്ടിലേക്ക് ഞാൻ ഗൾഫിൽ പോയ വീട് വെച്ചിരുന്ന ആ സമയത്ത്. ആ വീടിന്റെ താമസം പറയാൻ ചെറിയ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ് എൻ്റെ വൈഫിന്റെ. എൻ്റെ കണക്ഷൻ ഉണ്ട് ചെറിയ. അവരോട് പറയാൻ പോയപ്പോൾ അവൾ അവിടെ കണ്ടു. ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞു, നല്ല കുട്ടിയാണല്ലോ, നല്ല പെരുമാറ്റം. വെറുതെ അങ്ങനെ പറഞ്ഞു. ബാക്കി പിന്നെ വീട്ടുകാർ അതൊരു പ്രൊപ്പോസലാക്കി മാറ്റി. വെറുതെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞതാ, പിന്നെ അങ്ങ് കെട്ടിച്ചു പോയടോ. വൈഫിൽ ഇംപ്രസ്ഡ് ആയ അല്ലെങ്കിൽ നല്ല
കൊച്ചാന്ന് തോന്നിയല്ലോ, ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇംപ്രസ്ഡ് ആയ കാര്യം എന്താ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ? അവളുടെ വീട്ടിൽ അവളുടെ വല്യമ്മയൊക്കെ സുഖമില്ല, അപ്പോൾ മൊത്തത്തിൽ പുള്ളിയാണ് അത് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലായി എനിക്ക്. അപ്പം നല്ലൊരു ആ ക്വാളിറ്റി അതെനിക്ക് ഗുണം ചെയ്യും. അങ്ങനെ അത് ആള് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളിയാന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇഷ്ടം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു. നന്നായി. ഇപ്പം ഒരു സക്സസ്ഫുൾ മാരേജ് നയിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരുപാട് മാരേജസ് ബ്രേക്കായി പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു 3 അഡ്വൈസ് എന്തായിരിക്കും? പരസ്പരം മനസ്സിലാക്കുക, 2 വ്യക്തികളാണെന്ന് തിരിച്ചറിയാം, 2 പേർക്കും വേണ്ട സ്പേസ് കൊടുക്കുക, ട്രസ്റ്റ് ഈച്ച് അതർ. മനുഷ്യർക്ക് തീരെ കൊടുക്കാൻ പറ്റാത്തതാണ് ട്രസ്റ്റ്. മനുഷ്യരെ ട്രസ്റ്റ് കൊടുക്കുക, ഒരാൾ ട്രസ്റ്റ് ചെയ്യുന്നു നിന്നെ, അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന അത് ഇറ്റ്സ് ഡിവൈൻ. ഡോണ്ട് ബ്രേക്ക് ഇറ്റ്. അങ്ങനെ ട്രസ്റ്റ് തോന്നിയ ഒരാളെ കൂടെ കൂട്ടി. ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കുഴക്കുന്ന ചോദ്യം. 10-25 വർഷമായി ഉണ്ടാവണം. വെഡിങ് ഡേറ്റ് 99 ആയിരുന്നു. 98. വെഡിങ് ഡേറ്റ് എന്നാന്ന് ഓർമ്മയുണ്ടോ? നവംബറില് അല്ല മാർച്ച്, നവംബർ 28. ഉറപ്പാണോ? ഇത് കാണുമ്പോ മക്കളടിയിലോ ഒന്ന് കമന്റ് നവംബർ 28. കുഴക്കുന്ന ചോദ്യം ഇതൊക്കെ പഠിച്ചു പറയണല്ലേ, വീട്ടിൽ കയറ്റാതെ. ഇതോടുകൂടി ഒരു തീരുമാനമാവും എന്താ റിലീസ് ചെയ്യുന്നത്. ഞാനൊന്ന് വീട്ടിൽ മറക്കണ ആളാന്ന് അറിയാം. സമാധാനം ഉണ്ട്. ഇതൊക്കെ ജാമ്യമുള്ള എനിക്ക്. അപ്പൊ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാത്തതിന് ഇതൊന്നും പറയില്ല? ഇല്ലടോ, നമ്മൾ കുറെ കൂടെ ജനുവിനായിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ എന്നും വിഷ് ചെയ്യുന്ന പോലെയാണ്. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത പറച്ചിലും തല്ലുപിടുത്തും സ്നേഹം പ്രകടനമൊക്കെ അല്ലേ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ്. ഇപ്പൊ ഇത്തയൊക്കെ ആയിട്ട് ഭയങ്കര അടിയായിന്ന് വിചാരിച്ചോ, എങ്ങനെയാണ് ഇത്തേനെ ഒന്ന് മയപ്പെടുത്തി എടുക്കുക? അങ്ങനെ ഭയങ്കര അടി ഉണ്ടാവാറില്ല. ഒന്നാമത്തെ കാര്യം, എന്നാലും ചെറിയൊരു അടിയാണ്. ഞാൻ പൊതുവെ മറക്കും. ഞാൻ ജെന്യുവൻലി മറക്കും. ഇപ്പം ഞാൻ വഴക്കടിച്ചു, ഞാനത് മറന്നുപോയില്ല, നമ്മൾ വഴക്കിലാണെന്നുള്ള വിവരം. ഞാൻ ചെന്ന് വളരെ നോർമലായിട്ട് സംസാരിക്കും. പക്ഷെ അവർക്കാണ് കൺഫ്യൂഷൻ ആവുക. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തുറന്ന് സംസാരിക്കും. കുറച്ചും കൂടി അറിവുള്ള പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നേക്കാൾ. അത് പൊതുവേ എങ്ങനെയാണല്ലോ, മെച്യൂരിറ്റി പെൺകുട്ടികൾക്കാണ് കൂടുതൽ എന്നാണ് പറയാ. അങ്ങോട്ട് തുറന്ന് സംസാരിക്കുക. വൈഫ് അങ്ങനെ പിണങ്ങിയിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പല്ല. അങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് തട്ടിമുട്ടി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ക്യാരക്ടർ ഒന്നുമല്ലോ, ക്വാളിറ്റി കൊണ്ടല്ല. അവര് കുറച്ച് അങ്ങനെ ഒരു ഗ്രൗണ്ടഡ് ആണ് കുറച്ച്. ഇപ്പൊ UAE ജോബ് ഉപേക്ഷിച്ച് വന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് ഉപേക്ഷിക്കാൻ നിർബന്ധിതനായിപ്പോയി, പെട്ടുപോയി ഞാൻ. കാരണം എപ്പോഴും ഞാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഫാമിലി ഇവിടെ സെറ്റിലായി. കോവിഡ് ആയപ്പോൾ ഞാൻ മന്തിൽ വന്നായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ മാസം വന്നും പോയൊക്കെ ഇരുന്നിരുന്നു. കാരണം ഈ എല്ലാ വെള്ളിയാഴ്ചകൾ എല്ലാം കൂടെ ഒരുമിച്ചാക്കും ഞാൻ. എൻ്റെ വർക്കിന് അങ്ങനത്തെ കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ചില പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുത്തപ്പോൾ എല്ലാ മാസവും എങ്ങനെയും ഞാൻ വരും. 2 ദിവസത്തിനും 3 ദിവസത്തിനും വരും. ആ വരവൊക്കെ നിന്നു. കുട്ടികളെല്ലാം ഇവിടെ, വൈഫ് മാത്രമായി. ഇവിടെ ഈ കോവിഡിനായപ്പോൾ ഫ്ലൈറ്റ്, ഈ യാത്രയൊക്കെ ബുദ്ധിമുട്ടായല്ലോ. അങ്ങനെയൊക്കെ ആയപ്പോൾ വിടണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബാങ്കിങ് കൂടെ ഒരു ഓപ്ഷൻ തന്നാ, നമ്മൾ ഈ ബാക്ക് ഓഫീസ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ചെന്നൈയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതില്ല, ചെന്നൈയിൽ ഓഫീസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് വിട്ടാണ്. അപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ കുറേ പേര് പോയി, കുറേ പേര് പല ഡിപ്പാർട്ട്മെന്റ്. സിനിമയിലേക്ക് കയറാൻ വേണ്ടി ഉപേക്ഷിച്ചതല്ല. ഇത്രയും ആയല്ലോ. എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ വിടും. വൈഫിന് ഞാൻ പ്രോമിസ് തരുന്നു, ഞാനായിട്ട് രാജിവെക്കില്ല. ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ഞാൻ ഷിഫ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് മാറണം. അതൊന്നും പിന്നെ നമ്മൾക്ക് വീണ്ടും വേറെ സ്ഥലത്ത് പോയി. അപ്പം ഞാൻ വിചാരിച്ചു മതിയാക്കാം, എനിക്കിഷ്ടമുള്ള പണി ഇതാണ്, സിനിമയുടെ പുറകെ നിൽക്കാം. വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് തോന്നുന്നു. ഏത് ഒരു ഡിസിഷൻ ആണെങ്കിലും ഇക്കയുടെ ഡിസിഷൻ കറക്റ്റ് ആയിരിക്കും. എന്നോടുള്ള വിശ്വാസം, ട്രസ്റ്റ്. ഓക്കെ, അപ്പം ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇക്കൊക്കെ അറിയുന്ന ഫോട്ടോ തന്നെ ആയിരിക്കും. എന്നാലും ഇപ്പം കാണുന്ന ലുക്കിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക്. എനിക്കിത് ഇക്ക തന്നെയാണ് എന്ന് വിശ്വസിക്കാൻ പാടായിരുന്നു പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ.
ഇത് ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ചെറുപ്പത്തില് ഇപ്പോഴത്തെ ലുക്കിലേക്ക് എനിക്ക് തോന്നുന്നു അയ്യോ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ധാര് കണ്ടാലും ഒന്ന് ഞെട്ടിപ്പോയി, ഇതൊക്കെ തന്നെയാണോ എന്ന് ആലോചിച്ചു. കാലം ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ളതാണ്. ഒരു 24-25 വയസ്സിൽ. 24-25 വയസ്സിൽ. ഓക്കെ. നമ്മുടെ ആ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയിട്ട് ഒരു കറക്ഷൻ വരുത്തണം തോന്നിക്കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനായിരിക്കും ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുക? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് പറയണോ ഞാൻ? ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഒറ്റൊരു കാര്യം ഇല്ല, നമ്മൾ ലൈഫ് ഒരു ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ, ലേണിംഗ് അല്ലേ. നമ്മൾക്ക് പിന്നീട് പോയി ചേഞ്ച് ചെയ്യാൻ നമ്മൾ അടിമുടി ചേഞ്ചായി പോകും. കാരണം നമ്മൾ ബിഗിനിങ്ങിലേ ചേഞ്ച് ചെയ്യുമല്ലോ. ലൂപ്പിൽ ഇപ്പോൾ കയറുന്ന ലൂപ്പ് തിരിക്കുന്ന മാതിരി തന്നെയാണല്ലോ. അപ്പം ഞാൻ ദുബായിലേക്ക് തന്നെ പോകില്ലല്ലോ. ഇവിടെ സിനിമയിലേക്ക് 20 വയസ്സിൽ തന്നെ ഞാൻ ഇതിൽ വിശ്വസിച്ച്. അപ്പം എനിക്ക് വേണ്ടി പോണതല്ല, എൻ്റെ ചുറ്റുള്ളവർക്ക് വേണ്ടി പോണതാണ്. അങ്ങനെയാണ് ആ ഡിസിഷൻ ഉണ്ടാവണം. അല്ലാതെ ഒരു 21 വയസ്സുകാരൻ ദുബായിലേക്ക് എനിക്ക് വേണ്ടിയിട്ട് പോയതല്ല. എനിക്ക് വേണ്ടത് ഇവിടെയായിരുന്നു. പക്ഷെ എൻ്റെ ചുറ്റുള്ളവരുടെ ആവശ്യങ്ങളുണ്ട്, ഫാമിലി നീഡ്സ്, അങ്ങനെ പോയി. എപ്പോഴും തോന്നിയിട്ടുണ്ടോ അയ്യോ ഫാമിലി ഇപ്പം അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഫാമിലി നീഡ്സ് അല്ലായിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹം? അതിപ്പോൾ എനിക്ക് എന്നിൽ തന്നെ ആ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഈ സിനിമയെ തന്നെ വിശ്വസിച്ച് ഞാൻ എന്നെ വിശ്വസിച്ച് നിന്ന് പണിയെടുത്തിരുന്നെങ്കിൽ ഇതെല്ലാം നടക്കുമായിരുന്നു. ചിലപ്പോൾ നടക്കാം. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പം അങ്ങനെയുള്ള ലൂപ്പ് ഷിഫ്റ്റ് ആവണത്. അപ്പോൾ ഞാൻ ദുബായ് ഉണ്ടാവില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ കാണില്ല, എനിക്കൊരു പ്രണയം ഉണ്ടാവില്ല. എന്തൊക്കെ നഷ്ടം. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ അല്ലേ അങ്ങനെ വലിയ നമുക്ക് തിരുത്തണമായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ദിനം പ്രതി നമ്മളങ്ങനെ നമ്മളെ ഇവോൾവ് ചെയ്യണം. അങ്ങനെയല്ലേ. പ്രായമാകുമ്പോൾ വയസ്സാവണമെന്ന് മനസ്സിലായി. വയസ്സാവുമ്പോൾ വയസ്സാവുക എന്നാണ് ഞാൻ പറയാ എല്ലാവരോടും. എൻ്റെ പ്രായക്കാരോട് ഞാൻ പറയണം, വയസ്സാവുമ്പോൾ വയസ്സാവുക. ഇപ്പൊ വയസ്സാണ്. അപ്പൊ ഞാൻ വയസ്സാവണം, വയസ്സനല്ലാവുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പ്രായം നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് കുറച്ച് കാര്യം മനസ്സിലാവും, നല്ല അടിപൊളിയാണ്, കൂടുതൽ മനസ്സിലാവും, ഹാപ്പിയാണ്. അതാണ് വയസ്സായുള്ള ഗുണം. ലൈഫ് ഒരിക്കലും എപ്പോഴും നമുക്ക് അപ്സ് മാത്രമായിരിക്കില്ലല്ലോ, അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടായിട്ടുണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഡൗൺ ആയ ഒരു സ്റ്റേജ് ഒക്കെ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം വന്നത്. പക്ഷെ അങ്ങനെ ഒരു ഡൗൺഫോൾ നമുക്ക് ഇല്ല. പിന്നെ കുറെ ഒരു ദൈവാനുഗ്രഹം ഞാൻ കുറച്ചൊക്കെ സാമ്പത്തികമായ സുരക്ഷിതനായതുകൊണ്ട് എനിക്ക് വെറുതെ ആണെങ്കിലും വീട്ടിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാം. അങ്ങനൊരു ബാക്കപ്പ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ആ ഏരിയയിൽ ഒരുപാട്. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും പിന്നെ ഈ ഇരുന്നിരുന്ന് സാമ്പത്തികമായ ഭദ്രതയൊക്കെ താനെ ഇത് തീരുന്ന പരിപാടി ആയതുകൊണ്ടേ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ ഞാൻ അങ്ങനെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. എല്ലാം നല്ലതിനായിരിക്കും. എല്ലാം നല്ലതിനാണ്. ഇത് നടന്നത്, ഇത് നമ്മൾക്ക് ആ പടം നമ്മൾ വിളിക്കാതിരുന്നത് അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും. ഈ പടം നമ്മൾ വിളിക്കുന്നത് ഇത് നല്ലതിന്. അങ്ങനെ ഞാൻ എടുക്കുമോ? നമുക്ക് വന്നത് നല്ലത്. ഇപ്പൊ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും കുട്ടിക്കാലത്തൊരു നോട്ടി ബോയ്, ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ച് ഞാൻ അലമ്പനായിരുന്നു. അങ്ങനെ വികൃതി കാണിച്ചിട്ട് അതാണ് ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ തല്ലിട്ടി? അത് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടംപോലെ കിട്ടും. സിനിമ കാണാൻ പോകും, വീട്ടിൽ മിണ്ടാണ്ട് അനിയന്മാരെയും കൊണ്ടുപോകും. അപ്പോൾ ഇവരെയും കൂട്ടുപിടിക്കും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വടിയൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ സമയം അറിയാം മക്കൾക്ക്. മാറ്റിക്ക് പോയേക്കണാണ് ഇത്ര മണിക്ക്, ഒരു 6-7 മണിക്ക് വരിക, അല്ലെങ്കിൽ കളിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് മുങ്ങിയിട്ടൊക്കെ വടിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. അത് വാങ്ങിച്ചിട്ടാണ് അകത്ത് കയറാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യും കുറേ നേരമൊക്കെ, കിട്ടാതിരിക്കുമോ നോക്കിയിട്ട്. അതിന് വിലയെല്ലാം ഉണ്ടാവില്ല ആ കൂടെ കിട്ടിയതൊരു ശീലായി തഴമ്പിച്ചു. വേറെ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്തയും തല്ലൊക്കെ കിട്ടിയ? ഇല്ല, സിനിമയാണ് നമുക്ക് എപ്പോഴും ഒരു ഹരം. പക്ഷെ ഇത് ഒരു ഹരായിരുന്നു സിനിമ എനിക്ക്. ഞാൻ അങ്ങനെ എൻ്റെ പിന്നിൽ ഇതെന്നെ ആലോചിച്ചല്ലോ, ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ സിനിമ ഇങ്ങനെ ചിന്തിക്കും. അത് ഒരുപാട്. ഓക്കെ, ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു ഡിഫൈൻ യുവർ ലൈഫ്? ഇപ്പോൾ ഇത് ഉപദേശമായിട്ടല്ല എടുക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വയ്ക്കുമല്ലോ.
അത്തരം മനുഷ്യരുടെ നെയ്യത്ത് എന്ന് പറയും ആ ഉദ്ദേശശുദ്ധി, ഉദ്ദേശപൂർവ്വം നിങ്ങളങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റി വയ്ക്കണം മറ്റുള്ളവർക്ക് വേണ്ടിച്ചെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പല മനുഷ്യരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പൃഥ്വിരാജ് വന്നു, പലരും വരും. ഇപ്പം ജിത്തു സതീശൻ വന്നു സംഭവം കൊണ്ട്. അങ്ങനെയാണത്. ഞാൻ അന്വേഷിച്ച് പോകുന്നൊന്നല്ലല്ലോ, നമ്മളടുത്ത് എത്താണ്. ഞാൻ സിനിമ എന്നെ അങ്ങനെ തേടി വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് മറ്റുള്ളവരുടെ രൂപത്തിൽ, അതാണ് പ്രപഞ്ചം, അങ്ങനെയാണല്ലോ പണി. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു വേർഡിങ്സ്. അതാ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തു. താങ്ക് യു. ഇപ്പൊ ഇക്ക ലൈഫിനെ പറ്റി പറഞ്ഞല്ലോ, ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ളത്. അങ്ങനെ ഇക്കയുടെ ജീവിതത്തിൽ വന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? അല്ല, അവരറിയുന്നില്ല അവര് എന്തായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണല്ലോ, ഞാൻ സിനിമ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ എനിക്ക് ഇതിൻ്റെ പുറകെ നടക്കാതെ ഞാൻ വേറെ കാര്യങ്ങളിൽ അതൊന്നും എൻ്റെ ആ ഉദ്ദേശം നല്ലതായതുകൊണ്ടാണ് പൃഥ്വിരാജിനെ പോലൊരു നടൻ അമൽ നീരദിൻ്റെ സിനിമയിൽ എന്നെ സജസ്റ്റ് ചെയ്യുക ചെയ്തത്. അതൊരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ബന്ധമുള്ളൂ. ഞാനങ്ങനെ മഹത്തരായ നടനായിട്ടൊന്നും ഇരിക്കെന്നെ തോന്നിയിട്ടില്ല. എന്തോ അത് ആ സമയത്ത് ഞാൻ അവിടെ എത്തിപ്പെട്ടു. അദ്ദേഹം പിന്നെ ജോയിൻ ചെയ്യുന്ന സിനിമയിൽ ഒരാളുടെ കുറവുണ്ട്. അപ്പോൾ എന്നെ പോലെ ഒരാൾ വർക്കാവുന്ന ആ ടൈമിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ആ വരുന്ന ആള്. അദ്ദേഹം അറിയുന്നില്ല അത്. അങ്ങനെ പലരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പം രാജുവേട്ടൻ്റെ അൻവർ എന്ന് പറഞ്ഞ മൂവിയിൽ രാജുവേട്ടൻ്റെ മുഖത്ത് നോക്കി ഭയങ്കര പഞ്ചായിട്ടുള്ളൊരു ഡയലോഗാണ് പറയുന്നത്. അപ്പൊ അത് പറയുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു? കാരണം നമ്മളൊരു മെഗാ സ്റ്റാർട്ടപ്പാണ്. ആ പേടിയില്ല, ഞാൻ അഭിനയിക്കുന്നത് ശരിയാവോ എന്നുള്ള പേടി മാത്രമല്ല. നമ്മൾ ഡയലോഗ് തെറ്റുമോ, നമ്മൾ കറക്റ്റ് ടൈമിന് ചെയ്യുമോ, ഭയങ്കര സ്ട്രെസ്, കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നു. അപ്പം നമ്മളെ കൊണ്ട് തെറ്റോ എന്നുള്ള അങ്ങനത്തെ. അല്ലാണ്ട് രാജുവിന് പിന്നെ വളരെ കംഫർട്ടാക്കിയിട്ട് എന്നെ അഭിനയിക്കുമ്പോഴൊക്കെ എന്നോട് ഭയങ്കര ഞാൻ ഓക്കെ ആയിരുന്നു, എന്നോട് ഓക്കെയാണ്. അപ്പം ഞാൻ അങ്ങനത്തെ പേടി നമുക്ക് ഒരു പേടി അങ്ങനെ എല്ലാവരും പെരുമാറുന്നതും കൂളായിട്ട് നമ്മൾ സുഹൃത്തുക്കളെ പോലെ പെരുമാറുമല്ല. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കംഫർട്ടാണ്. ഡയലോഗ് നമ്മൾ തെറ്റിക്കുന്നതിൻ്റെ അസ്വസ്ഥതകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെ ഡയലോഗ് തെറ്റി കുറേ ഷോട്ട് പോയ ഏതെങ്കിലും മൂവി ഉണ്ടോ? ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട്. അഞ്ചാം പാതിര ഒരു ദിവസം കുറച്ചധികം പോയിട്ടുണ്ട്. അത് ചെറിയ സീനാ, വലിയ കാര്യമൊന്നുമില്ല. ഞാനൊരു ഡയലോഗ് പറഞ്ഞ് പോകണം, എനിക്ക് പറ്റാഞ്ഞിട്ട് എന്തോ. അന്ന് ഞാൻ യാത്ര ചെയ്ത് വന്ന് പിന്നെ അന്ന് ചെയ്യാതെ പിന്നെ ഒരു വേറെ ദിവസം ഷൂട്ട് ചെയ്തു. ചെറിയ സീനാ, പക്ഷെ പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ മൈൻഡ് സെറ്റ് ആക്കിയിട്ട് പിന്നെ പോയി മൈൻഡിൻ്റെ കുറച്ച് ഉണ്ട്. അന്നും നമ്മൾ അത്ര, ഞാനും ഇത്ര ഞാൻ വരുന്നു ഡയലോഗ് പഠിക്കുന്നു പറയുന്നു എന്നുള്ളൊരു മൂഡിലൊക്കെയാണ് കുറേ കാലം സിനിമയിൽ ഈ ജോലി ഉള്ളത് കൊണ്ടൊക്കെ ചിന്തിച്ചിരുന്നത്. അതല്ല പരിപാടി എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇത്തരം ചില അനുഭവങ്ങളിലാണ്. അപ്പം പിന്നെ നമ്മളിതിനൊരു ശ്രദ്ധ വേണം, കുറച്ചും കൂടി ഒരു അറ്റൻഷൻ ഉണ്ട്, നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം, ക്യാരക്ടർ മനസ്സിലാക്കി ചെയ്യണം. ബാക്കി 100,000 കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ഞാൻ മൊത്തത്തിൽ ഒരുപാട് ഈ മൾട്ടി പരിപാടി ആയതുകൊണ്ട്. അപ്പം തുടക്കക്കാരനായ ഒരു ആസിമൊക്കെ ഉണ്ടായിരുന്നു. ആ തുടക്കക്കാരനിൽ നിന്ന് ഇപ്പോൾ സംഭവത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് ഒരു ആക്ടർ എന്ന രീതിയിൽ ചേഞ്ച് വന്നത്? ചേഞ്ച് വന്നിട്ടുണ്ടോ? ഞാൻ എന്നെ കുറേ കൂടെ പിള്ളേരൊക്കെ വലുതായപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നല്ല ഊക്കാണ്. അവരെന്നെ കളിയാക്കും. അവരെന്താ പറയാറ് കണ്ടിട്ട്? എൻ്റെ രണ്ടാമത്തെ മോളൊക്കെ ഇങ്ങനെ തലയിൽ കൈ വെച്ചിരുന്ന് ചിരിക്കുള്ളൂ, ഒന്നും പറയില്ല. അവർ നന്നായിട്ട് കളിയാക്കും. കൂടുതൽ ചെയ്താൽ ഓവർഡു ഉണ്ടെങ്കിൽ പറയും. അത് കാരണം ഞാനിത് ശരിയാക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിരന്തരം. നാട്ടുകാരേക്കാൾ കൂടുതൽ വീട്ടിലുള്ള അവസ്ഥയാണ്. അവർ നല്ല ക്വാളിറ്റിയുള്ള സിനിമ കാണുന്നവരാണ്. ഇൻ്റർനാഷണൽ സ്റ്റഫൊക്കെ കണ്ടിട്ട് അവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഇത് അപ്പോൾ ഇപ്പം ചെയ്യണമെന്നൊന്നും പരിപാടി ശരിയല്ല എന്ന് പറയണ പിള്ളേരായി പോയി. മുഖത്ത് നോക്കി പറയും. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്. നന്നാക്കാൻ നോക്കുന്നുണ്ട്, നന്നായോ എനിക്കറിയില്ല. നന്നാവും, പക്ഷെ നന്നാവും, പതുക്കെ നന്നായിക്കോളാം. അവസരം വരട്ടെ. ഉപ്പുപ്പ ഇങ്ങനെ ഒരു മൂവി ആക്ടറാന്നൊക്കെ അറിയോ? അവന് മനസ്സിലായിട്ടില്ലല്ലോ. അവനിങ്ങനെ സ്ക്രീനിൽ കാണും, ഇതൊക്കെ പാർട്ട് ഓഫ് അവൻ കാണും. സിനിമ കാണുമ്പോൾ അവന് മനസ്സിലാവും. ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ടുപോകും ഒരുമിച്ച്. അപ്പൊ കാണിക്കുമ്പോ ദേ ഉപ്പുപ്പ എന്നൊക്കെ പറയാറുണ്ടോ? ഹാപ്പി അല്ലേ? ഒരു രസമാണ്. അവർക്ക് ഇതുവരെ അറിയില്ല ഉപ്പുപ്പ ഒരു ആക്ടറാണ് കാര്യങ്ങളോ? അതൊരു ജോലി, അതൊന്നും അറിയില്ലല്ലോ. 5 വയസ്സുള്ളൂ ആൾക്ക്.
എന്നാലും ബാക്കി ഇപ്പം നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരുമ്പോൾ എങ്ങനെയാ തോന്നാറ്? അല്ല, ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവണുണ്ടാവില്ല. അല്ല, കുട്ടികളല്ല, നമ്മളൊരു ഫാമിലി. അവർക്കറിയാം. അപ്പം അവർ മാറിക്കും, വിട്ടു വെക്കും. പിന്നെ പൊതുവെ മലയാളികൾ ഭയങ്കര സിവിക് സെൻസ് ഉള്ളവരാണ്. ഞാനൊന്ന് ഫാമിലി ആയിട്ട് പോകുമ്പോൾ എനിക്ക് ഇതുവരെ ഒരാൾ വന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കണം അങ്ങനെ കാണും, ചിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു അങ്ങനെ ഒരു സ്റ്റാർ മെറ്റീരിയലായിട്ട് നടക്കുന്ന ആളല്ലാത്തതുകൊണ്ടാവും എനിക്ക് അങ്ങനത്തെ ശല്യം ഉണ്ടാവാറില്ല. ഫോട്ടോ എടുക്കൽ എല്ലാവരും എന്നോടൊന്ന് ചിരിക്കും, പോവും, ചിരിക്കും, ഞാനും ചിരിക്കും. അത്രയും ഉണ്ട് എനിക്ക്. ഞാൻ ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ സാറിന്റെ പുതിയ അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാ? പോലീസുകാരനായിട്ട് തന്നെയാണോ ഞങ്ങൾ അല്ല, ഞാൻ ഇപ്പം ഇതിനിടയിൽ ഒരു ഇടവേളയിൽ ഒരു പോലീസുകാരൻ ചെയ്തത് കൊണ്ടാണ് താടി പോയത്. 18 മുമ്പ് താടിയായിട്ട് നാഗർകോവിലെത്തണം. ഇപ്പോൾ ഉല്ലാസ് ചമ്പൻ്റെ ഡിസ്കോ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ക്യാരക്ടറാണ്. പുതിയ വിശേഷങ്ങൾ അതൊരു ഡിഫറെൻറ്റ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ്. നന്നായി വരട്ടെ, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും നല്ല നല്ല ക്യാരക്ടർ റോളുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് അവസരം തന്നതിന് നന്ദി. ആദ്യമായിട്ടാണ് ഒരു ആങ്കർ എന്നെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ആദ്യം ചോദിച്ച ആൾക്ക് എന്താ ഇന്റർവ്യൂ തന്നു. താങ്ക് യു. അപ്പം ഇത്രയും ടൈം നമ്മൾ രണ്ടുപേരും കേട്ടിരുന്ന B4 എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് താങ്ക് യു. ബൈ.